നമസ്കാരം. അപ്പം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഓർഡർ ഒരുപാടധികമായിരുന്നു കേട്ടോ. മാവുകൾ പൂത്തു തുടങ്ങിയല്ലോ. കോട്ടൂർക്കോണം മാവിൻ്റെയും അതുപോലെ നാംഡോക്കിൻ്റെയൊക്കെ ഒത്തിരിയധികം ഓർഡറായിരുന്നു. നമ്മൾ തിരുവനന്തപുരം വരെ വിചാരിച്ചിരുന്ന ഓർഡർ നമ്മുടെ MC റോഡ് കോട്ടയം പന്തളം വരേക്ക് നിർത്തേണ്ടി വന്നു. അപ്പോഴേക്കും 2 വാഹനങ്ങൾ ഇവിടെ നമുക്ക് ഇന്ന് പോകുന്നത് 2 വാഹനങ്ങളാണ് സപ്ലൈക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ അബിയൊക്കെ ഒരുപാടധികം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അബിയുൻ്റെയൊക്കെ നോക്കിയേ ഏകദേശം സീസൺ എൻഡായി. ഇത് ജയൻ്റ് അബിയോ ആണ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതിൽ മൊത്തം ഒരു 50-100ഓളം കായകൾ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. കായ്ച്ച അബിയോ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങാൻ ശ്രമിക്കുക. പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഇന്ന് വണ്ടി പോകുന്നത് നമ്മുടെ രാജുവേട്ടൻ്റെ വണ്ടിയും അതുപോലെ തന്നെ മണിയേട്ടൻ്റെ 2 ഡ്രൈവേഴ്സുണ്ട്. 2 പേരും ഇന്ന് നമുക്ക് കോട്ടയം മുതൽ പന്തളം വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകും. കൂടുതലും കൊണ്ടുപോകുന്ന പ്ലാൻസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ മാങ്ങ കായ്ച്ച നമ്മുടെ നാംഡോക്ക് മൈൻ്റെ മാവാണ്. ഇത് കണ്ടോ, അത് നല്ല പ്രീമിയം ഡ്രമ്മിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണിക്കേണ്ടതായിരുന്നു, പക്ഷേ ഏർലി മോർണിംഗ് ലോഡ് ചെയ്തുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത പേരകൾ, കായ്ച്ച പേര, അതിന് ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാം ഡ്രമ്മുകൾ എല്ലാം കായ്ച്ച ഐറ്റംസാണ് നമ്മൾ ഇപ്രാവശ്യം സപ്ലൈക്കായിട്ട് പോകുന്നത്. ഇത് കണ്ടോ, പ്ലാവൊക്കെ തന്നെ എല്ലാം കായ്ച്ച പ്ലാവുകളാണ്. അതായത് കായ്ച്ച ഫ്രൂട്ട് പ്ലാന്റുകളാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഹെവി സൈസ് മാവാണ് കേട്ടോ. അതായത് നല്ല വലിപ്പമുള്ള നല്ല തടിയ മാവുകളാണ് കേട്ടോ. അതായത് നമ്മൾ ഒരുപാടധികം വർഷം വളർത്തി വലുതാക്കിയ പ്ലാന്റുകളാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത പ്ലാന്റുകൾ വെറുതെ വിൽക്കുകയല്ല ചെയ്യുന്നത്, പ്ലാന്റിനെ വളർത്തി വലുതാക്കി ഓരോ വീടുകളിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ടാകുമല്ലോ, ആ ലെവലിലേക്ക് ആക്കിയതിന് ശേഷമാണ് പ്ലാന്റുകൾ കൊടുക്കുന്നത്. ഇതേണ്ടോ, നമ്മുടെ കാറ്റിമോനൊക്കെ കായ്ച്ച് അത് കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സുരക്ഷിതമായിട്ടാണ് കൊടുക്കുന്നത്. ഈ പ്ലാന്റുകളെല്ലാം തന്നെയും കൊടുക്കുവാനുള്ളതാണ്. നാംഡോക്കുമായുണ്ട്, ബനാനയുണ്ട്, കാട്ടിമോനുണ്ട്. ഇരിക്കുന്നത് 4 വർഷത്തിന് മേലെ ഏജായിട്ടുള്ള നാംഡോക്കുമായിൻ്റെ പ്ലാന്റ് കേട്ടോ. ഒരു കൊലയിൽ തന്നെ 2-3 മാങ്ങകളെങ്കിലും മിനിമം കായ്ക്കേണ്ട ബഞ്ചുകളാണ്. അതുപോലെ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് ഫ്ലവറായി നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇത് കണ്ടോ, ഇത് ഹെവി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ താഴെ ഒത്തിരിയധികം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കോട്ടൂർക്കോണത്തിൻ്റെ മാവ്, കോട്ടൂർക്കോണത്തിന് നല്ല സൈസായിട്ടുള്ള മാവ്. ഇനി ഡ്രമ്മിൽ കുറച്ച് മാവുകൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് കാണിച്ചു. ഈ കാണുന്നത് ഒരു അടിപൊളി നാട്ടുമാവാണ്. എത്ര നല്ല രീതിയിലാണ് അത് ഫ്ലവർ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഹെവി ആയിട്ട് പൂത്തൊലഞ്ഞ് നിൽപ്പുണ്ട് കണ്ടോ. അതുപോലെ തന്നെ അതുകൊണ്ടാ നോക്കിയേ, നാംഡോക്കിൻ്റെ തന്നെ മാങ്ങ കായ്ച്ച പ്ലാന്റ്, ഉണ്ണിമാങ്ങ ആയ പ്ലാന്റ് ഉണ്ണിമാങ്ങ ആയിരിപ്പുണ്ട്. അതുപോലെ നോക്കിയാൽ ഡോർഫായിട്ട് ബുഷാക്കി ട്രെയിൻ ചെയ്തെടുത്ത നിറയെ കൊമ്പുകളായിട്ടുള്ള മാവ്. പിന്നെ നമ്മുടെ ഹൈലൈറ്റഡ് കോട്ടൂർക്കോണമൊക്കെ അതായത് നോക്കിയേ നിറഞ്ഞ് കായ്ച്ച ഒരു കൊലയിൽ തന്നെ 3-4 മാങ്ങയായിട്ട് അത് നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് തരുവാനുള്ളതാണ്. ഓർഡർ പറയുക.